നല്ല കുറുക്കനാണല്ലോ. ഇപ്പൊ വിളിക്കും പറഞ്ഞ് ഞാൻ ഇവിടെ തപസിരിക്കുക. വിളിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു അവസ്ഥയില്ല. നമുക്ക് ഇവിടെ സംസാരിക്കാം. ഞങ്ങൾ ഇവിടെ സൽക്കാരത്തിനൊന്നും വന്നതല്ല. പാർട്ടി ഇവിടെ ഉണ്ടോ? അമ്പടാ വേന്ദ്ര, സ്വന്തം കുടുംബത്ത് കയറ്റി താമസിപ്പിക്കാനുള്ള ധൈര്യം എനിക്ക് പോലും ഇല്ല. താനിത് എങ്ങനെ സാധിക്കുന്നു? അതൊക്കെ ഓരോരുത്തരുടെ മിടുക്ക്. പക്ഷെ എന്നോടൊന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോരാനുള്ള മര്യാദ കാണിക്കണമായിരുന്നു. പറ്റിപ്പോയി, ക്ഷമിക്കണം. ഒരാഴ്ചയും 3 ദിവസമായി. 7000 രൂപ കൂടി തരേണ്ടി വരും. ബിസിനസ് ഈസ് ബിസിനസ്. തരാം. പിന്നെ എനിക്ക് ഒരാഴ്ച സമയം കൂടെ തരണം. അതെന്ത് പണിയാടോ? ദിവസം എത്രയായി ഞാൻ കാത്തിരിക്കുന്നറിയോ? ഒരു കാര്യം ചെയ്യും, ഇപ്പൊ ഞാൻ കൊണ്ടുപോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പറയുന്ന സമയത്ത് തിരിച്ചുകൊണ്ട് നേപ്പിക്കാം. അയ്യോ, അത് പറ്റില്ല. താനിങ്ങനെ സെൽഫിഷ് ആയാലും എങ്ങനെയാടോ? ഇപ്പൊ അവളെ നിങ്ങളോട് അയക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല. ഒരാഴ്ച കൂടെ എനിക്ക് സമയം തരണം. മിസ്റ്റർ തോമസ് സംബന്ധിച്ചാൽ എനിക്ക് വിരോധമില്ല. ആരായാലും എനിക്കൊരാഴ്ചക്ക് 15000 രൂപ കിട്ടണം, അത്രേ ഉള്ളൂ. അങ്കിൾ പ്ലീസ്, എനിക്ക് വേണ്ടി ഒന്ന് സമ്മതിക്കണം. ഇതൊരു പ്രേമലൈനാണെന്ന് തോന്നുന്നല്ലോ. ഇനി ഒരാഴ്ച കഴിഞ്ഞ് വരുമ്പോ സ്വന്തമാണെന്ന് പറയുമോ? അത് ഒരാഴ്ച കഴിഞ്ഞ് വരൂ. ശരി, താൻ ശിഷ്യനായി പോയില്ലേ? പിന്നെ ഒരാഴ്ച എന്ന് പറഞ്ഞാ ഇന്ന് മുതൽ 7 ദിവസമാ, അത് മറക്കരുത്. ഇല്ല. അല്ല, അപ്പൊ ക്യാഷ് അത് ഞാൻ മാനേജറോട് വിളിച്ചു പറയാം. അയാൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്തിച്ചു തന്നോളൂ. ഓക്കെ ഓക്കെ. അത് എന്റെ 1-2 സുഹൃത്തുക്കളാ. പിന്നെന്താ അവരെ അകത്ത് വിളിച്ചിരുത്താതിരുന്നേ? അവർക്ക് പോയിട്ട് തിരക്കുണ്ടെന്ന് പറഞ്ഞു. എന്നാലും ഒരു കാപ്പി പോലും കൊടുക്കാതെ. ഓ, അതൊന്നും സാരമില്ലെന്നേ. പിന്നെ ഇന്ദുവിന് കുട്ടേട്ടനോടൊരു പരിഭവമുണ്ട്. ഇവിടെ വന്നിട്ട് അച്ഛൻ അവളോട് മിണ്ടണില്ലെന്ന്. അത് കുട്ടികളോട് നമ്മളൊരു അകലം കീപ്പ് ചെയ്യണം, എന്നാലേ പേടിയുണ്ടാവും. നമ്മുടെ മോളല്ലേ കുട്ടേട്ട. നമ്മൾ അവളോട് അകലം കാണിച്ചാൽ നമുക്കും അവൾക്കും പിന്നെ എന്താ ഒരു സുഖം? അവളോട് അല്പം സ്നേഹം കാണിക്കണം. സ്നേഹം കാണിക്കണമെന്ന് പറഞ്ഞാൽ അത് ബോധ്യപ്പെടുത്താനൊക്കെ ബുദ്ധിമുട്ടാ. എനിക്കറിയില്ല. ഈ മാല മോക്ക് ഇഷ്ടപ്പെട്ടോ? ഇതെല്ലാം കൂടി ഇട്ടാ കഴുത്തൊടിയും. എല്ലാം കൂടി ഇടണ്ട, ആവശ്യത്തിന് ഇട്ടാ മതി. ഇതെല്ലാം മോക്കുള്ളതാ, അച്ഛമ്മയുടെ സമ്മാനം. ഇത് മുഴുവൻ അച്ഛമ്മയുടെയാ? അയ്യോ, എന്റെ കമ്മലും മാലയും മുക്കാ. ഒരു സ്വർണ്ണനൂലുണ്ടായിരുന്നെങ്കിലെന്ന് കൊതിച്ചിട്ടുണ്ട് ഞാൻ. മേപ്പുള്ളിയിലെ കുഞ്ഞാത്തോലുടെ പൊന്നരിഞ്ഞാണത്തിന്റെ ഒരു മണി അടർന്നു പോയിട്ട് അത് ഞാൻ കട്ടൂന്ന് പറഞ്ഞ് അവരെന്നെ എത്ര തല്ലിന്നറിയോ? ഞാൻ കണ്ടിട്ടും കൂടി ഇല്ലായിരുന്നു. പിന്നെ അത് കൊളപ്പുരേന്ന് കിട്ടിയപ്പോ സാരില്ലാട്ടോ എന്ന് പറഞ്ഞു വന്നു. ചോര വരുന്നവര് തല്ലിയിട്ട് സാരില്ല എന്ന് പറഞ്ഞ വേദന മാറോ അച്ഛമ്മേ? നല്ല ചീത്ത പറഞ്ഞു കൊടുക്കായിരുന്നില്ലേ? നല്ല കാര്യായി. രാവിലെയും വൈകിട്ടും നടു ഒടിയുന്നവരെ പണിയെടുത്താലാ 3 നേരം കഞ്ഞി കിട്ടുക. പിന്നെ എല്ലാ കൊല്ലവും പുസ്തകം ഉടുപ്പും വാങ്ങിത്തരും. എന്റെ ഇല്ലത്ത് അതും കൂടി കിട്ടില്ല. അമ്മ എന്തിനാ കരയണേ? സീതേ, കുട്ടനോട് പറ, ഇനിയെങ്കിലും എന്റെ കുട്ടിയെ മംഗലശ്ശേരിയിലെ വിഷ്ണുനാരായണന്റെ അന്തസ്സിന് വളർത്താൻ, അവക്കിഷ്ടം പോലെ ആഭരണങ്ങളും ഉടുപ്പും ഒക്കെ വാങ്ങാൻ. ഇനി എന്റെ മോളുടെ ഒരാശയും നടത്തി കൊടുക്കാതിരിക്കരുത്. എനിക്കൊരാശയുള്ളൂ, അച്ഛനും അമ്മയും അച്ഛമ്മയും എന്നുണ്ടാവണം എനിക്ക്. സാറേ, കൊച്ചമ്മ വിളിക്കുന്നുണ്ട്. എന്താണ് പോലെ കുഴപ്പമുണ്ടോ? എനിക്കറിയില്ല. അമ്മ എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു. വിളിച്ചു. എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എടാ, നീ പുറത്ത് പോയിക്കോ, ചെല്ലു. അവൻ അവിടെ നിന്നോട്ടെ. അവൻ അറിയാൻ പാടില്ലാത്ത കാര്യമൊന്നുമല്ല. എടാ കുട്ടാ, എന്റെ കാലം ഏതാണ്ട് കഴിയാറായി. നടക്കില്ലെന്ന് കരുതിയിരുന്ന ആശയം നടന്നു. നിനക്കൊരു കുട്ടി. അവളുടെ പുടമുറി കൂടെ കാണണമെന്നുണ്ട്. അതിനുള്ള ആയുസ് ഈശ്വരൻ തരുവാവോ? അമ്മ എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? അതോ, നമ്മുടെ പാലത്തിന്റെ അടുത്തുള്ള 5 ഏക്കർ സ്ഥലേ ഞാൻ ഇന്ദുവിന്റെ പേരിൽ മാറ്റാൻ പോവാ. അതിന്റെ ആധാരമായത്. അമ്മ എന്ത് ഭ്രാന്തോ ഈ പറയുന്നേ? ഭ്രാന്തോ? എന്റെ പേരിലുള്ള വസ്തു എന്റെ പേരക്കുട്ടിക്ക് എഴുതി വെക്കുന്നതിന് നിനക്കെന്താ നഷ്ടം? അതൊക്കെ പിന്നെ ആലോചിക്കാം അമ്മേ. ആലോചിക്കാൻ ഒന്നുമില്ല. എടാ കുട്ടാ, നീ ഇത്ര ദുഷ്ടനാവരുത്. മറ്റാർക്കും അല്ലല്ലോ, നിന്റെ മോക്കല്ലേ. അമ്മ വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുക. ഒരു പ്രശ്നമില്ല. എടാ ഗോപാല,
എന്താണ് പ്രശ്നം? കൊച്ചമ്മ, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാറിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മേ, അവൾക്കിപ്പോ വിദ്യാഭ്യാസമാണ് പ്രശ്നം. ഇക്കാലത്ത് പണം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, പഠിപ്പും വേണം. നമ്മളിപ്പോ അവളുടെ ഭാവി നശിപ്പിക്കുകയാണ്. അതിനിപ്പോ എന്ത് വേണമെന്നാ നീ പറയുന്നത്? അവളെ കോളേജിൽ അയക്കണം. ഒരു കൊല്ലം പോയി കഴിഞ്ഞാൽ അത് നിസ്സാര കാര്യമൊന്നുമല്ല. അത്രയല്ലേ ഉള്ളൂ. ആ. അയക്കാം. കോല, നീ നാളെ രാവിലെ അവളെ കോളേജ് കൊണ്ടാക്കണം. നാളെ ഒന്നും അയക്കാൻ പറ്റില്ല. ഏ? അവളെ ഒരാഴ്ചയെങ്കിലും സീതയുടെ വീട്ടിൽ നിർത്തണം. ബന്ധുക്കളുടെ എല്ലാവരുടെ വീട്ടിലും കൊണ്ടുപോയില്ലെങ്കിലും ചിലരുടെ വീട്ടിലെങ്കിലും എനിക്ക് അവളെ കൊണ്ടുപോകണം. അതെനിക്കൊരു വാശിയാണ്. അമ്മേ, ഈ കാര്യത്തിൽ വാശിന്റെയും വൈരാഗ്യത്തിന്റെയും വല്ല ആവശ്യമുണ്ടോ? ഉണ്ട്. മംഗലശ്ശേരിയിലെ ആണുങ്ങളല്ലെന്ന് ചില തറവാട്ടമ്മമാര് പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. ഈ തറവാട്ടിലെ ആണുങ്ങള് ഇളിച്ചു കാണിക്കാനും ആ രംഭകളോട് പഞ്ചാര വർത്തമാനം പറയാനും നിൽക്കാറില്ല. അവര് സ്വഭാവശുദ്ധി ഉള്ളവരാ. കറക്റ്റ് കൊച്ചമ്മ, ഈ സാറിന്റെ കാര്യം തന്നെ എനിക്ക് ശരിക്കും അറിയാം. അവരുടെ വീട്ടിലൊക്കെ എനിക്ക് ഇവന്റെ മോളെയും കൊണ്ടൊന്ന് പോണം. എന്നിട്ടുള്ള പഠിപ്പ് മതി. സാറ് വിഷമിക്കണ്ട, പ്രശ്നങ്ങൾ മുഴുവൻ സോൾവ് ചെയ്യാനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ആ കുട്ടി ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല. ചിലപ്പോ ഈ ഭൂമുഖത്ത് തന്നെ ഉണ്ടാവില്ല. കൊടുത്ത കാശും മുതലാവും. എങ്ങനെ? ആ കുട്ടി എന്തിനാ കൊണ്ടുവന്നത് അതങ്ങ് ചെയ്തു വിട്ടേക്കുക. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? എന്താ ഒറ്റയ്ക്ക് വന്നിരുന്നൊരാലോചന? ഏയ്, ഞാൻ ഇന്ദുവിനെ കുറിച്ച് ആലോചിക്കായിരുന്നു. എനിക്കും ഏതു നേരവും അതേ ആലോചിക്കാനുള്ളൂ. ജീവിക്കുന്നു ഇപ്പോഴാണ് തോന്നുന്നത്. അപ്പൊ ഇത്രയും നാളോ? അതൊരു കഴിഞ്ഞുകൂടൽ മാത്രമായിരുന്നു. വെളുക്കുന്നു, ഇരുട്ടുന്നു, അത്ര തന്നെ. നേരം കൊല്ലാന്ന് പറയില്ലേ, അത് തന്നെ. ഇപ്പൊ എനിക്ക് ദിവസം തികയണില്ല. കുട്ടേട്ടന് അങ്ങനെ തോന്നുന്നുണ്ടോ? ഉണ്ടോന്നു? നല്ല ചോദ്യം. ഇപ്പൊ എനിക്ക് വലിയൊരു നിരാശയുണ്ട്, ഒരു നഷ്ടബോധം. എന്തിന്? കൈക്കുഞ്ഞായിരിക്കുമ്പോഴേ എനിക്ക് കിട്ടണമായിരുന്നു. കഴിഞ്ഞ ജന്മത്തില് അത്ര പുണ്യം ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ? എങ്കിലും ഇപ്പോഴും ഞാനത് കുറെയൊക്കെ അനുഭവിക്കുന്നുണ്ട്. വലിയൊരു അമ്മയാണെന്ന നാട്യത്തില് കുളിപ്പിക്കും, തല തോർത്തി കൊടുക്കും, ഭംഗിയിൽ അണിയിച്ചൊരുക്കും, ചിലപ്പോ ശാസിക്കും. ഇന്നൊരു തല്ലും കൊടുത്തു. നൊന്ത് കാണില്ല. ആ, ആരാ കുട്ടേട്ടാ ഈ നായർ? ഏത് നായര്? എന്തു പറഞ്ഞു ഒരു നായരങ്ങളിനെ കുറിച്ച്? ഓ, ആ നായരോ? ആ, അയാള്, ഞാൻ പറഞ്ഞില്ലേ ഞാനാണ് അച്ഛനെന്ന കാര്യം അവളെ അറിയിച്ചിട്ടില്ലെന്ന്. ഈ നായരെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിരുന്നത്. നീ ആ കാര്യമൊന്നും അവളോട് ചോദിക്കണം. ശരി. ആ, ഇതാ വിളിക്കുന്നു, ചെല്ല്. ഇന്ദു, ഇന്ദു അതിന് തരാൻ. നിൽക്കാനോട്. ഇന്ദു. എന്താ 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 ഇത്? കഷ്ടം, അതാരും എന്താണ്? കാണില്ല. അച്ഛനെ മാത്രമേ കാട്ടൂ. അതുകൊണ്ട് നോക്കട്ടെ. ആ, ഇതച്ഛൻ, അതമ്മ, താഴെ ഞാൻ. ഉം. എങ്ങനെയുണ്ട്? അമ്മ വരച്ചതാ. അമ്മയും മോളും കൂടെ എന്നെ കുരങ്ങനാക്കിയല്ലോ. ഞാനല്ല, അമ്മയാ. ഇനി അച്ഛമ്മയെ കൂടി കാട്ടണം. ഇതോ, ഈ കുട്ടിയെ കൊണ്ട് ഞാൻ തോറ്റു. ഇതോ കാണിച്ചിട്ട് തരാം. ദീപം
എന്താണോ ഊഞ്ഞാലിലൊക്കെ ഇരുത്തി ആട്ടാറുണ്ടോ? എവിടെ നമ്മുടെ മൈന? ഇവിടെ ഇല്ല. എവിടെ പോയി? എന്താ താനൊന്നും മിണ്ടാത്ത? ഞാൻ ആകപ്പാടെ ഒരു അബദ്ധത്തിൽപ്പെട്ടിരിക്കുക. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്റെ കുടുംബജീവിതം തകരാതിരിക്കാൻ വേണ്ടി അമ്മയുടെയും വൈഫിന്റെ അച്ഛന്റെയും മുമ്പിൽ മോശക്കാരനായിരിക്കാൻ വേണ്ടി ഞാനൊരു നുണ പറഞ്ഞു. ഇന്ദുവിന്റെ മകളാണെന്ന്. മകളോ? അതെ, കള്ളം പറഞ്ഞാണെങ്കിലും സത്യത്തിൽ ഇപ്പൊ അവളെന്റെ മകള് തന്നെയാ. വേല കയ്യിലിരിക്കട്ടെ ആശാനെ, പുത്രവാത്സല്യേ. അങ്കിൾ, ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഒടിയന്റെ അടുത്ത് വേണോ ശിഷ്യ മായം? മോളാണെന്നും പറഞ്ഞ് സ്ഥിരമായിട്ട് അങ്ങ് കൊണ്ടെടുക്കാനാ പ്ലാനല്ലേ? അങ്കിൾ ഈ രീതിയിൽ എന്നോട് സംസാരിക്കരുത്, അതെനിക്കിഷ്ടമല്ല. അമ്മയായാലും മോളായാലും കൊള്ളാം, അവളെ എനിക്കിപ്പോ കൊണ്ടുപോകണം. പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. അവളെ ഇപ്പൊ വിട്ടുതരാൻ ബുദ്ധിമുട്ടാണ്. അത് ശരി, അത് കൊള്ളാമല്ലോ. കളി കളയണം മിസ്റ്റർ. ഞാൻ കളിയല്ല പറയുന്നത്. ഇതിന്റെ പേര് പോക്കറ്ററെന്ന് പറയും. ഞാനും കാശ് തന്നെയാണ് കൊടുത്തത്. ആ കാശ് ഞാൻ തരാം. മടക്കി വാങ്ങാനല്ല കൊടുത്തത്, പെണ്ണിനെ കൊണ്ടുപോകും. നിങ്ങൾ കൊണ്ടുപോകില്ല. തോമസ് ചാക്കോ ആണാണെ കൊണ്ടുപോകും. കൊടുത്ത കാശ് അതിന്റെ പലിശയും മുതലാക്കും. തോമസാറേ, നിങ്ങൾ സമാധാനിക്കും, ഞാൻ സംസാരിച്ചോളാം. എന്റെ ആലൻകുട്ടി. ആ, ഞാനേ അഴുക്കിന്ന് കയറി വന്നവനാ. മാന്യന്മാരോട് മാന്യതയും ചെറ്റകളോട് ചെറ്റത്തരവും കാണിക്കാൻ എനിക്കറിയാം. എന്ന് വെച്ചാ തന്റെ മുമ്പിൽ തലയുറഞ്ഞു നിൽക്കാനും തന്റെ ഒപ്പത്തിന് നിൽക്കാനും വേണ്ടി വന്നാൽ തന്റെ തലയ്ക്ക് ചവിട്ടാനും അറിയാവുന്ന അർത്ഥം. മനസ്സിലായോ? പക്ഷേ ചവിട്ടുകൊള്ളാൻ ഞാൻ തലനീട്ടി തരികയും കൂടെ വേണമല്ലോ. അവൾക്ക് വേണ്ടി നിങ്ങൾ ചിലവാക്കിയ പണം ഞാൻ തരാം. ദയവ് ചെയ്ത് അവളെ എനിക്ക് വിട്ടുതരും. ഞാൻ പുണ്യം നേടാനല്ല പണം ചെലവാക്കുന്നത്. അവക്ക് വേണ്ടി 25,000 രൂപ ഞാൻ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അവളെ കൊണ്ട് 25 ലക്ഷം രൂപ ഉണ്ടാക്കാൻ എനിക്കറിയാം. അത് ഞാൻ തരുമോ? 1 ലക്ഷം രൂപ ഞാൻ തരാം. ആ വേണ്ട, എനിക്ക് അവളെ കിട്ടിയാൽ മതി. മര്യാദയ്ക്ക് അവളെ ഇറക്കി വിടുന്നുണ്ടോ അതോ? അവളിവിടെ ഇല്ല. അവളും അമ്മയും കൂടെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയിരിക്കുക. ഇയാള് നാക്കരുത് നുണയെ പറയൂ. നമുക്ക് കയറി നോക്കാടോ. അങ്കിൾ, അങ്കിൾ വെള്ളം ഉണ്ടാക്കരുത്. മാന്യമായിട്ട് നിൽക്കുന്ന ഒരു വീടാണ്. അങ്കിൾ, ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ. എന്ത് അക്രമമാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? ഞാൻ പോലീസിനെ വിളിക്കും. ആ, അങ്ങനെ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞ് വരട്ടെ, ഒന്നും വേണ്ട. അതൊക്കെ കുറെ കണ്ടവനാ ഞാൻ. ഞങ്ങൾ TV വെയിറ്റ് ചെയ്യും. ഇന്ന് രാത്രി 12 മണിക്കും അവളെ ഇവിടെ എത്തിച്ചില്ലെങ്കിൽ തന്റെ തറവാടും അന്തസ്സും ആഭിജാത്തും ഒക്കെ തകർത്തിട്ട് ഞങ്ങൾ പോവും. വാ. നീയേ ബുദ്ധിമാനായിക്കോ, പക്ഷെ മറ്റുള്ളവരെ അങ്ങ് വെറും മണ്ടന്മാരായി കളയരുത് കേട്ടാ. കാണാം. എന്താ കുട്ടേട്ട, ആരുടെ കാര്യം അവര് പറഞ്ഞത്? അത് ഇന്ദുവിന്റെ കാര്യം. നമ്മുടെ മോളുടെയോ? നമ്മുടെ എന്ന് പറയണ്ട. അവള് നമ്മുടെ അല്ല, എന്റെ മോളും അല്ല. ഹൃദയം തുറന്ന് ഒന്നും മറച്ചു വെക്കാതെയാണ് ഞാൻ എല്ലാം പറഞ്ഞത്. സീതേ, അന്ന് നീ മാത്രമായിരുന്നെങ്കിൽ നിന്നോട് ഞാൻ സത്യം പറയുമായിരുന്നു. നിനക്ക് എന്നോട് പൊറുക്കാൻ കഴിയും. പക്ഷേ അമ്മയുടെ അച്ഛന്റെ മുമ്പിൽ ഒരു വൃത്തികെട്ടവനാവാൻ എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് തോന്നി ഒരു നുണ ഞാൻ പറഞ്ഞത്. ഞാൻ സത്യം ചെയ്ത് പറയുന്നു, ഇന്ദുവിനെ മറ്റൊരു രീതി ഞാൻ കണ്ടിട്ടില്ല. ദൗർബല്യങ്ങൾ എനിക്കുണ്ട്, സമ്മതിക്കുന്നു. പക്ഷേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, മറ്റാരെക്കാളും.